നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ നിന്നും അതേപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള കുറച്ച് നമ്മൾ കോണ്ടാക്ട് ചെയ്തതായിട്ടുള്ള നമ്മുടെ ലോക്കലായിട്ടുള്ളതും പിന്നെ ഈ പറഞ്ഞ പോലെ ഓർഗാനിക് ഫാമിങ്ങിലേക്ക് ഇറങ്ങണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള കുറേ ആൾക്കാരുടെ കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു. അതായത് കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ അത്രയും ഈൽഡ് കിട്ടുന്നില്ല ഓർഗാനിക് ഫെർട്ടിലൈസറിന്, അതിൻ്റേതായിട്ടുള്ള വർക്കിംഗ് എല്ലാം കുറച്ച് സ്ലോ ആണ്, റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല. അതായത് ആ കമ്പാരിസൺ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവത്തക്ക രീതിയിൽ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഒരു ജിമ്മിൽ പോയിട്ട് നമുക്ക് സ്റ്റെറോയിഡ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറേ ഒത്തിരി എക്സ്റ്റേണൽ മെഡിസിൻസ് ഉണ്ട്, അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 to 4 monthsനുള്ളിൽ നമുക്ക് ഭയങ്കര ഒരു 6 pack കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു മസിൽ ബിൽഡിംഗ് പ്രോസസ്സായിട്ട് നമുക്ക് തിരിച്ചു വരാം. പക്ഷേ ഒരു യോഗയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഒന്നെടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കാരണം ജിമ്മിൽ പോയി സ്റ്റെറോയിഡിൻ്റേതായിട്ടുള്ള ഒരു അസിസ്റ്റൻസോട് കൂടിയിട്ട് നമ്മൾ വലിയൊരു ബോഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 2, 3, 4 വർഷം കഴിയുമ്പോൾ വലിയൊരു രോഗത്തിലേക്ക് നമ്മൾ വീഴുന്നതായിട്ട് കാണാം. പക്ഷേ യോഗ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ആ സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെയും നമ്മൾ അനുവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ജൈവവളം ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ആ മണ്ണിൽ ലയിച്ച് മണ്ണിൻ്റേതായിട്ടുള്ള ഫലഭൂയിഷ്ഠത കൂട്ടും. കുറച്ച് സമയം എടുക്കുമായിരിക്കാം, പക്ഷേ ഒരിക്കലും ദോഷം ചെയ്യില്ല. അതിന് വരുന്ന ഈൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ഫോൾസ് പ്രോമിസ് ഒരിക്കലും തരുന്നില്ല, അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങൾ ഇല്ല, ഇത് ഇട്ടിട്ട് അടുത്ത ആഴ്ച നിങ്ങൾ നോക്കിക്കോ തെങ്ങിൻ്റെ മണ്ടയിൽ ഭയങ്കരമായിട്ടുള്ള തേങ്ങകളുണ്ടാവും, അല്ലെങ്കിൽ ഏത് വിളയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുണ്ടാവും. നോ, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടേതായിട്ടുള്ള 2 കാര്യമാണ് ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ മണ്ണിൻ്റേതായിട്ടുള്ള സമ്പന്നത നിലനിർത്തുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി വരുന്ന തലമുറയും ഈ ജീവിച്ചു പോകുന്നവരെയും നല്ലൊരു ആരോഗ്യത്തോടു കൂടിയിട്ട് സംരക്ഷിക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൈവവളത്തിൻ്റേതായിട്ടുള്ള ആ ഒരു വർക്കിംഗ്, അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് സ്വാഭാവികമായിട്ടും കെമിക്കൽ ഫെർട്ടിലൈസറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് സ്ലോ പേസ് ആയിരിക്കും. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന വിളകൾ, അതായത് കായ്കൾ, ഫലങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, അത് 100% ഫലവത്തായിരിക്കും, ഗുണമേന്മയുള്ളതായിരിക്കും. ഷോർട്ട് കട്ട് ഈസ് നോട്ട് ദ സൊല്യൂഷൻ. ഒരിക്കലും കുറുക്കുവഴിയെ പോയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് പിടിച്ചടക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ ജൈവവളം അത്ര അങ്ങ് എഫക്റ്റ് ആയി എന്ന് വരില്ല. പക്ഷേ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, നമ്മളുടെ നാടിനോടുള്ളതായിട്ടുള്ള ഒരു ബഹുമാനം, ഒരു ചെറിയ പ്രതിബദ്ധത, ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ജൈവവളത്തിൻ്റെതായിട്ടുള്ള മൂല്യം തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും.